അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട വിശ്വാസികളെ, പ്രേക്ഷകരെ, എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നു എന്ന് കരുതുന്നു. അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവെ, സർവശക്തനായ റബ്ബേ, നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് ചൊരിയണമേ റബ്ബേ. കരുണാനിധിയായ റബ്ബേ, ഞങ്ങളുടെ വിഷമവും ദുഃഖവും ഭയവും മാറ്റിത്തരണമേ അല്ലാഹ്. ഞങ്ങളുടെ ദുരിതങ്ങൾ നീക്കി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനവും സന്തോഷവും നൽകണേ റബ്ബേ. ഞങ്ങൾ ഇപ്പോൾ നേരിടുന്ന എല്ലാ വിഷമങ്ങളിലും ക്ഷമ പ്രദാനം ചെയ്യണമേ റബ്ബേ. നീ എപ്പോഴും ഞങ്ങളുടെ വഴികാട്ടിയും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷയും പ്രകാശവുമായിരിക്കണമേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരാണ് നമ്മളിൽ ഏറെ പേരും, അല്ലേ? ആ പ്രശ്നങ്ങൾ ശാരീരികപരമായിട്ടോ മാനസികപരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ ആയിരിക്കും. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കാനുള്ള ഒരു അത്ഭുത ദിക്റാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ശാരീരികപരമായിട്ടോ മാനസികപരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ ഒത്തിരി വിഷമം അനുഭവിക്കുന്നവർക്ക് ഈ ദിക്ർ തീർച്ചയായിട്ടും ഉപകരിക്കുന്നതാണ്. ഈ 3 പ്രശ്നങ്ങളും പമ്പ കടക്കാൻ ഈ ഒരു അത്ഭുത ദിക്ർ മാത്രം മതി. ഈ ഒരു അത്ഭുത ദിക്ർ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ദുരിതങ്ങളും സാമ്പത്തികപരമായിട്ടോ ശാരീരികപരമായിട്ടോ മാനസികപരമായിട്ടോ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഈ ദിക്ർ നമ്മളെ സംരക്ഷിക്കുന്നതായിരിക്കും. ഈ ദിക്ർ ചൊല്ലിയാൽ ഈ 3 പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല, തീർച്ചയാണ്. ഈ ദിക്റിൻ്റെ മഹത്വം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് മനസ്സിലായതെന്ന് ഞാൻ ആദ്യം പറയട്ടെ. എൻ്റെ കുടുംബത്തിലുള്ള ഒരു ഇത്താക്ക് അവരുടെ ഭർത്താവിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ജോലിക്ക് പോകാൻ കഴിയാതെ വളരെയേറെ വിഷമത്തിലിരുന്ന ഒരു സാഹചര്യത്തിൽ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും കുടുംബം ഒത്തിരി വിഷമതയിലൂടെ കടന്നുപോയ ഒരു സാഹചര്യത്തിൽ ജോലി നഷ്ടപ്പെട്ടു. ആരോഗ്യപരമായിട്ടുള്ള വിഷമങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മാനസികപരമായി ഈ ബുദ്ധിമുട്ടുകളെല്ലാം മാനസികപരമായി അവരെ ബാധിച്ചിരുന്ന ഒരു സമയത്ത് കഷ്ടതയുള്ള ഒരു സമയമായിരുന്നു. അവർ അവരുടെ ജീവിതത്തിൽ മുടങ്ങാതെ ദുആ ചെയ്യുമായിരുന്നു. ഇത്രയേറെ പരീക്ഷണങ്ങൾ നിറഞ്ഞ സാഹചര്യമായിട്ടും അവർ അള്ളാഹുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ, അവർ ചൊല്ലുന്ന ദുആകളിലും ദിക്റുകളിലുമുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ അവർ ആ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന സമയത്ത് അള്ളാഹുവിനോടുള്ള വിശ്വാസം മുറുകെ പിടിച്ച് പല പരീക്ഷണങ്ങളും നേരിടുന്ന സാഹചര്യത്തിലും അവർ അള്ളാഹുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയോ അവർ ചെയ്യുന്ന ദുആകളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയോ ചെയ്തിരുന്നില്ല. ആ സമയത്ത് അവർ പല ദുആകളും ദിക്റുകളും അവരുടെ ജീവിതത്തിൽ പതിവാക്കിയിരുന്നു. അങ്ങനെ അവർ ഒരു മജ്‌ലിസ് നൂറിൽ പങ്കെടുക്കുന്ന സമയത്താണ് ആ മജ്‌ലിസ് നൂറിൽ പങ്കെടുക്കാൻ വന്ന ഒരു സ്ത്രീയോട് എൻ്റെ ഇത്ത കാര്യങ്ങളെല്ലാം പറയുകയും അവരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും സംസാരിച്ചപ്പോൾ ആ സ്ത്രീ എൻ്റെ ഇത്താക്ക് പറഞ്ഞു കൊടുത്ത ഒരു ദിക്റാണിത്. ഈ ദിക്ർ ചൊല്ലിയാൽ നിങ്ങളുടെ വിഷമങ്ങളും വേദനകളും ദുരിതങ്ങളും എല്ലാം തീർച്ചയായും മാറിക്കിട്ടുമെന്ന് ആ സ്ത്രീ എൻ്റെ ഇത്താക്ക് ഉറപ്പ് നൽകിയിരുന്നു. അത്രയും വിശ്വാസമുള്ള അത്ഭുതകരമായ ഒരു ദിക്റാണിതെന്നും അവരോട് ആ സ്ത്രീ പറഞ്ഞിരുന്നു. ആ വിശ്വാസത്തോടെ ആ പ്രതീക്ഷയോടെ എൻ്റെ ഇത്തയും അവരുടെ ഭർത്താവും ഈ ദിക്ർ അവരുടെ ജീവിതത്തിൽ പതിവാക്കാൻ തുടങ്ങി. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധം വളരെ പെട്ടെന്ന് തന്നെ ഈ ദിക്റിൻ്റെ ബർക്കത്ത് കൊണ്ട് എൻ്റെ ഇത്തയുടെ ഭർത്താവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറുകയും ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്, ഈ ദിക്റിൻ്റെ മഹത്വം കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ എല്ലാവിധ ദുരിതങ്ങളും വിഷമങ്ങളും വേദനകളും മാറി അവരുടെ ജീവിതത്തിൽ സന്തോഷങ്ങളും സമാധാനവും ബർക്കത്തും അല്ലാഹു നൽകി. അതിനുശേഷം ഈ ദിക്റിൻ്റെ മഹത്വം ഞങ്ങളോട് എല്ലാവരോടും പറയുകയും അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റം ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചറിയുകയും ചെയ്തതാണ്. അത്രയ്ക്ക് ശക്തിയുള്ള ഒരു ദിക്റാണിത്. എനിക്ക് അത്രയും വിശ്വാസമുള്ള ഒരു ദിക്റാണിത്. ഈ ദിക്ർ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് തരുന്നു, ഒരിക്കലും ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ വെറുതെയാവില്ല. തീർച്ചയായും ഇൻഷാ അല്ലാഹ് ശാരീരികവും മാനസികപരവുമായിട്ടുള്ള സാമ്പത്തികപരവുമായിട്ടുള്ള
എല്ലാ പ്രശ്നങ്ങളും, എല്ലാ ദുരിതങ്ങളും, എല്ലാ വേദനകളും മാറിക്കിട്ടും. ഞാൻ ഉറപ്പ് നൽകുന്നു, എല്ലാ ദുരിതങ്ങളിൽ നിന്നും നിങ്ങളെ ഈ ദിക്ർ സംരക്ഷിക്കുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ആ അത്ഭുത ദിക്ർ ഇതാണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹക്കീം. ഒരു തവണ കൂടി പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹക്കീം. ഈ ദിക്ർ ചൊല്ലേണ്ട ഏറ്റവും നല്ല സമയം നിങ്ങൾ സുബ്ഹി നിസ്കരിച്ച ശേഷം നിങ്ങൾക്ക് കഴിയുന്ന അത്ര, നിങ്ങൾക്ക് എത്ര ചൊല്ലാൻ കഴിയുന്നോ അത്രയും തവണ നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട്, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട്, ഈ ദിക്റിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്ര തവണ കഴിയുന്നോ അത്രയും തവണ ഈ ദിക്ർ നിങ്ങൾ ചൊല്ലുക. നിങ്ങൾക്ക് എത്ര തവണ കഴിയുമോ അത്രയും തവണ ഈ ദിക്ർ ചൊല്ലി നിങ്ങൾ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് തീർച്ചയായും ഞാൻ ഉറപ്പ് തരുന്നു, ഈ ദിക്റിൻ്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങളുടെ സാമ്പത്തികവും മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടുള്ള എല്ലാ വിഷമങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കിട്ടും. പ്രിയപ്പെട്ട എൻ്റെ വിശ്വാസികളെ, ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കോളൂ. യാതൊരു സംശയവും വേണ്ട. ദിക്ർ ചൊല്ലാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും അലട്ടുകയില്ല. നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടും, എല്ലാ ദുരിതങ്ങളും മാറിക്കിട്ടും ഇൻഷാ അല്ലാഹ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആത്മാർത്ഥമായി മനസ്സിരുത്തി, നിങ്ങൾ ഏകാഗ്രതമായി അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ, വിഷമങ്ങൾ എന്താണോ അത് മനസ്സിൽ കരുതി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദിക്ർ ചൊല്ലുക. ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് ഈ ദിക്ർ ചൊല്ലിയാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും എന്ന് പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ദിക്ർ ചൊല്ലുക. തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ ദുആയ്ക്കുള്ള ഉത്തരം നൽകുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. നാളെ നമുക്ക് മറ്റൊരു ദുആയുമായി കാണാം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ.